വൈകിട്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എന്നും കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഒരു സ്ഥലത്ത് ദേ ഇതുപോലെ ഇങ്ങനെ കുറേ പ്രാവുകളുണ്ടാവും. അപ്പോൾ രാവിലെയും കാണാം, വൈകിട്ട് കാണാം. ആരെങ്കിലൊക്കെ നിന്ന് ദേ ഇതുപോലെ ഇങ്ങനെ തീറ്റ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്ന് ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ, വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ ഒരു ടൈമിൽ. അപ്പോൾ ദേ പോണ വഴിക്ക് ആണ് ഫ്യൂച്ചർ മ്യൂസിയം. മെട്രോയിൽ പോകുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇത്. അപ്പോൾ ദേ ഇതാണ് ദുബായ് ഫ്യൂച്ചർ മ്യൂസിയം. അപ്പോൾ റോട്ടിലാണെങ്കിൽ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. കാറിൽ വരാനാണ് ഇഷ്ടം, പക്ഷേ ഈ ഒരു ടൈമിലാകുമ്പോൾ നല്ല ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ തോന്നും മെട്രോയിൽ വരാൻ കുറച്ചും കൂടി നല്ലതെന്ന്. അപ്പോൾ ദേ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. നല്ലൊരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ദേ ഞാൻ പറഞ്ഞേക്കുന്നത് കപ്പയും നല്ല മുളകിട്ട മീൻകറിയാണ്. അപ്പോൾ കിങ് ഫിഷിൻ്റെ കറിയാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ചേട്ടൻ ദേ അവിടെ ബിരിയാണി കഴിക്കുന്നുണ്ട്. കപ്പയും മീൻകറിയും അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തോ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ നല്ല കപ്പ ഉടച്ചതും നല്ല മീനായിരുന്നു കേട്ടോ കിങ് ഫിഷിൻ്റെ. അപ്പോൾ പിന്നെ അതൊക്കെ കൂട്ടി കഴിച്ചു. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു പൂച്ച നിൽക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ എടുത്തു. പൂച്ചേനെ എവിടെ കണ്ടാലും ഞാൻ വീഡിയോ എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു ബ്യൂട്ടി പാർലറിലേക്കാണ് വന്നേക്കുന്നത്. ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു ഹോട്ട് ഓയിൽ മസാജും പിന്നെ ഒരു ഹെയർ വാഷ് കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 2-3-4 മാസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ത്രെഡ് ചെയ്തിട്ട്. അങ്ങനെ ഫസ്റ്റ് തന്നെ ത്രെഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഹെയർ വാഷ് ചെയ്യാൻ വെയിറ്റ് ചെയ്ത്. ചേട്ടനാണെങ്കിൽ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ജെൻ സലൂൺ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയാണ്. അപ്പോൾ ഞാൻ ആ ടൈം കൊണ്ട് ത്രെഡിങ് പിന്നെ അതേ ഹെയർ വാഷ് കാര്യങ്ങളൊക്കെ. ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ട് ത്രെഡ് ചെയ്യാൻ വരുന്നത് ഇവിടെയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ 1-2 പ്രാവശ്യമൊക്കെ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ ഇതൊക്കെയായിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.